ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അറിയാം ചുരുക്കത്തിൽ. നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാനാവില്ലെന്ന് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹ്ദി. യമനിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് പ്രതികരണവുമായി സഹോദരൻ രംഗത്തെത്തിയത്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു പ്രതികരണം. നീതി നടപ്പാക്കുന്നതുവരെ മുൻപോട്ട് പോകുമെന്നും ഒത്തുതീർപ്പ് നീക്കങ്ങൾ അംഗീകരിക്കില്ലെന്നും വധശിക്ഷ മാറ്റിവെക്കുമെന്ന് തങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്നും കുറിപ്പിൽ. കീമിൽ കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് നിരാശ. പഴയ മാനദണ്ഡ പ്രകാരമുള്ള പുതിയ കീം റാങ്ക് പട്ടിക അടിസ്ഥാനമാക്കി പ്രവേശന നടപടികൾ തുടരാമെന്ന് സുപ്രീം കോടതി. സംസ്ഥാന സർക്കാർ അടക്കം എല്ലാ കക്ഷികൾക്കും മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കുവാൻ നോട്ടീസ്. കേസ് 4 ആഴ്ചയ്ക്കകം പരിഗണിക്കും. തിരുവനന്തപുരത്ത് അടിയന്തരമായി ലാൻഡ് ചെയ്ത ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35Bയുടെ തകരാറുകൾ പരിഹരിച്ചു. ബ്രിട്ടൻ നാവികസേനാ മേധാവിയുടെ അനുമതി ലഭിച്ചാൽ വിമാനം തിരികെ പറക്കും. സൈനിക അഭ്യാസത്തിനിടെ ഇന്ധനം കുറവായതിനെ തുടർന്ന് ജൂൺ 14-നാണ് യുദ്ധവിമാനം തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ കൊക്കൈൻ കടത്തിൽ ബ്രസീലിയൻ ദമ്പതികളുടെ വയറ്റിൽ നിന്നും കണ്ടെത്തിയത് 16 കോടിയുടെ 163 കൊക്കൈൻ ഗുളികകൾ. ലഹരി ഗുളികകൾ കടത്തുവാൻ ശ്രമിച്ച ലൂക്കാസ് ബ്രൂണ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇതുപോലുള്ള വാർത്തകൾ അറിയുവാൻ മലനാടൻ വോയ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.